നാടകരംഗത്ത് നിറഞ്ഞു നിന്നവരുടെ ഓർമ്മകൾ പുതുക്കാനായി വടകരയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ പുസ്തകം പുറത്തിറക്കുന്നു. സെപ്റ്റംബറിൽ പുറത്തിറക്കുന്ന അടുത്ത ബെല്ലോടുകൂടി എന്ന പുസ്തകത്തിലേക്ക് രചനകൾ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നാടകരംഗത്ത് നിറഞ്ഞു നിന്നവരുടെ ഓർമ്മകൾ പുതുക്കാനാണ് വടകരയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ രംഗത്തെത്തിയത്. കഷ്ടപ്പെടുന്നവരുടെ ജീവിതാവസ്ഥകൾ തുറന്നു കാണിക്കുകയും അനീതിക്കും അസമത്വത്തിനും പൗരതന്ത്രത്തിനുമെതിരെ നിരന്തരം കലഹിക്കുകയും ചെയ്ത കലാരൂപമായ നാടകത്തിനു വേണ്ടി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങളാണ് അടുത്ത ബെല്ലോടുകൂടി എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. തങ്ങളുടെ അനുഭവങ്ങൾക്ക് പുറമെ അരങ്ങ് വിട്ടുപോയവരെ അനുസ്മരിക്കാനുള്ള അവസരമൊരുക്കുക കൂടിയാണ് ഇങ്ങനെയൊരു പുസ്തകം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പുസ്തകം സെപ്റ്റംബറിൽ പുറത്തിറക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഷ്ടപ്പെട്ടുപോയ നാടക കലാകാരന്മാരെയൊക്കെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നത് കലാകാരന്മാരെ കുറിച്ച് ഒരു പുസ്തകം എഴുതണം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അത് കേൾക്കുമ്പം വളരെ ഒരു സന്തോഷവും ഇതിനകത്ത് മെനക്കെടുന്നുള്ളൊരു ആത്മാർത്ഥയും തോന്നി. കാരണം ഞാനും കുറേ ഈ നാടകം കൊണ്ട് ഇങ്ങനെ കളിച്ച ഒരാളാണ്. ഒരു വർഷത്തിൽ ഒരു മാസം 25-30 നാടകം കളിച്ച് ഇങ്ങനെയുള്ള ശീലം 20 വർഷത്തോളം എൻ്റെ ജീവിതത്തിലുണ്ട്. വടകരയും പ്രദേശത്തുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഏകദേശ കലാസമിതികളിലും പറ്റി നാടകം അവതരിപ്പിക്കുകയും അന്നൊക്കെ നമുക്ക് നമ്മളെല്ലാം അഹങ്കാരികളായിട്ട് അന്നൊക്കെ ഉള്ളത് 10-25-30 വയസ്സുള്ള സമയത്ത് ഇതറിയില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ നമുക്കിപ്പോൾ പ്രായമാകുമ്പോഴേ മനസ്സിലാകുന്നുള്ളൂ. അതിപ്പോൾ റസാഖ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. അപ്പോൾ ഞാനും റസാഖിൻ്റെ കൂടി ഒരു 50 കലാകാരന്മാരുടെ അനുഭവങ്ങൾ ശേഖരിച്ചിട്ട് അത് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 50 ആളിൽ കൂടിയും നഷ്ടപ്പെട്ടു പോയ നല്ല ആരും അറിയാത്ത കലാകാരന്മാരുടെ പേരുകൾ അനുസ്മരിക്കപ്പെടുകയും ഒക്കെ ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇതിനെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ആശയം പ്രേംകുമാറും റസാഖും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായി, നല്ലൊരു അഭിപ്രായമാണ്, കൊള്ളാം. കാരണം കുറേ ആൾക്കാർ 50ഓളം പേരുടെ നാടകാനുഭവങ്ങൾ പലതരത്തിലും നാടകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധായകരാവട്ടെ, നടന്മാരാവട്ടെ, സംഗീതമായിട്ടും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഒരു 50ഓളം പേരുടെ അവരെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ബുക്കിറക്കുക എന്നൊരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ റസാഖോട് പറഞ്ഞു കൊള്ളാം, നല്ലതാണ്. കാരണം അങ്ങനത്തെ ഒരു കല ഇപ്പം അന്യം നിന്ന് പോകുന്നു. ഒരു പക്ഷേ അങ്ങനെ നമ്മൾ പറയണം, നാടകങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്നു. ഇപ്പോൾ അടുത്ത കാലത്തേക്ക് നാടകത്തിന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സിനിമയിൽ ഞാൻ എത്താനുള്ള കാരണം നാടകമാണ്. ഞാൻ ഏകദേശം 8 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലോട്ട് എന്നെ നയിച്ച ഘടകം സത്യം പറഞ്ഞാൽ നാടകമാണ്. നാടകം എന്നൊരു മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സിനിമാ ലോകത്ത് എത്തിപ്പെടാനോ അങ്ങനെ ഒരു ആശയം വരാനോ ഒന്നും ഒരു സാധ്യതയില്ല. ഹരീന്ദ്രൻ മാണിക്കോത്ത് എഡിറ്റ് ചെയ്യുന്ന പുസ്തകം കോഴിക്കോട് നൗറ ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിലേക്ക് പ്രസിദ്ധീകരണങ്ങൾ ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.